രാജ്യതലസ്ഥാനത്തെ നടുക്കിയ ഡൽഹി കലാപ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഭീകരവാദ ബന്ധമുള്ളവർക്കും കലാപത്തിന് തിരികൊളുത്തിയവർക്കും ജയിലറകൾ തന്നെ ശരണം. രാജ്യവിരുദ്ധ ഗൂഢാലോചന നടത്തിയ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും തിരിച്ചടി നൽകിക്കൊണ്ട് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരിക്കൽ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ന്യൂയോർക്ക് മേയറായ സൊഹ്റാൻ മംദാനി ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിയമസഭാംഗങ്ങൾ ഉമർ ഖാലിദിനെ പോലെയുള്ളവരെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നത് ഇന്ത്യക്ക്. ഇന്ത്യയുടെ കുറ്റവിചാരണ നീതിന്യായ വ്യവസ്ഥ പഴഞ്ചനാണെന്നും ഉള്ള വിമർശനങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും മംദാനിക്ക് ഉൾപ്പെടെ കിട്ടിയ ചവിട്ടത്തടിയായി ഈ കോടതി വിധിയെ നമുക്ക് കാണാം. ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ച ഉമർ ഖാലിദും ഷർജീൽ ഇമാമും പുറത്തിറങ്ങില്ല എന്ന് കോടതി അടിവരയിട്ട് തന്നെ പറഞ്ഞു. ഇവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ ഭീകരവാദമാണെന്ന് അസന്ദിഗ്ധമായി വ്യക്തമാക്കി. UPIA ചുമത്തപ്പെട്ട കേസുകളിൽ വിചാരണ വൈകുന്നു എന്നത് ജാമ്യം നൽകാനുള്ള കാരണമല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിച്ചവർ 5 വർഷമായി അഴിക്കുള്ളിലാണ്. ഇനിയും അവിടെ തന്നെ തുടരേണ്ടി വരും. 2020 ഫെബ്രുവരിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മറവിലാണ് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ ആസൂത്രിതമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 50-ലധികം നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞ 700-ലധികം പേർക്ക് പരിക്കേറ്റ ആ കറുത്ത ദിനങ്ങൾ ഇന്ത്യ ഇന്നും ഓർക്കുന്നു. ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കലാപത്തിന് വഴിമരുന്നിട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വിഭജന രാഷ്ട്രീയവും മതസ്പർദ്ധയും വളർത്തി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ വിധി. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ കോടതികൾ പുലർത്തുന്ന ഈ കർക്കശമായ നിലപാട് പുതിയതല്ല. നേരത്തെ ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതിയായ അബ്ദുൾ നാസർ മദനി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയെത്തിയപ്പോൾ അയാൾ അപകടകാരിയായ മനുഷ്യനാണെന്നും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണെന്നും സുപ്രീം കോടതി തന്നെ തുറന്നടിച്ചിരുന്നു. കേരളത്തിലെ ഒരു വിഭാഗം യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ ഈ പറയുന്ന അബ്ദുൾ നാസർ മദനിയുടെ പ്രസംഗങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടെന്ന വിമർശനം ഭരണപക്ഷത്തെ പ്രമുഖ നേതാക്കൾ പോലും ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെ ഇനി ഒരിക്കലും അഴിച്ചുവിടുന്നത് ഭൂഷണമല്ല. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇവർ ഭീഷണിയാകുമെന്ന നീതിപീഠത്തിന് ഉത്തമമായ ബോധ്യമുണ്ട്. അബ്ദുൾ നാസർ മദനി ആയാലും ഉമർ ഖാലിദ് ആയാലും, ഇനി അതല്ല ന്യൂയോർക്ക് മേയറായ സൊഹ്റാൻ മംദാനി ആയാലും, ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവർക്ക് നിയമത്തിന് മുന്നിൽ രക്ഷയുണ്ടാവില്ല. സുപ്രീം കോടതിയുടെ ഈ നീക്കം രാജ്യസ്നേഹികളായ ഓരോ ഇന്ത്യക്കാരനും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. രാജ്യത്തിന് മുകളിൽ ആരുമില്ല. നേഷൻ ഫസ്റ്റ്. ഭീകരതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഭാരതീയന് വേണ്ടി നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഭാരതീയ ന്യായ സംഹിത ഉള്ളത്. അല്ലാതെ കണ്ട അമേരിക്കക്കാരനും പാകിസ്ഥാൻകാരനും പറയുന്നത് പോലെ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ളതല്ല ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.